ഹൈ ഫ്രണ്ട്സ്, നമ്മൾ സിമ്പിൾ പാസ്റ്റിലാണ്. അതിൻ്റെ ഫോം കണ്ടു, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കണ്ടു, പിന്നെ നമ്മൾ അതിൻ്റെ നെഗറ്റീവ് കണ്ടു, ഒരു എക്സർസൈസും ചെയ്തു. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ, ഇതിനൊരു ഒറ്റയാണ്, അതായത് ഒരു ഉടയ്ക്കാത്ത തേങ്ങാ പോലെ. ഉടച്ചില്ലെങ്കിൽ ആ തേങ്ങ കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയല്ല. അതുപോലെ ഇതിനെ നമ്മൾ രണ്ടാക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന, അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന അതിനെ എക്സ്പാൻഡ് ചെയ്യാന്ന് പറയും, എക്സ്പാൻഷൻ എന്നൊക്കെ പറയില്ലേ അത്. അപ്പം അങ്ങനെ വരുമ്പം ഇപ്പം സ്റ്റാർട്ടഡ് എന്നുള്ളതാണെങ്കിൽ അതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പം ഡിഡ് സ്റ്റാർട്ട് എന്ന് കിട്ടും. ഇതുണ്ട് അത് നമ്മുടെ പ്ലാന്റഡ് എക്സാമ്പിൾ, ദി പീപ്പിൾ പ്ലാന്റഡ് ട്രീസ്. ഇപ്പം പ്ലാന്റഡ് എന്ന് പറയുന്നത് ഡിഡ് പ്ലാന്റ്. ഇനി എന്ത് ചെയ്യണം? രണ്ടാക്കി കഴിയുമ്പം വെർബിൻ്റെ ആദ്യത്തെ ഭാഗം, രണ്ടാക്കുമ്പോൾ രണ്ട് ഭാഗമില്ലേ, അതിൻ്റെ ആദ്യത്തെ ഭാഗം ഡിഡ്, അത് സബ്ജക്റ്റിന് മുമ്പിടണം. അപ്പം അത് ക്വസ്റ്റ്യനായി. ഡിഡ് ദ പീപ്പിൾ പ്ലാന്റ് ട്രീസ്? ക്വസ്റ്റ്യൻ മാർക്ക്. ഇതിനകത്ത് വരുന്ന ഒരു തെറ്റെന്ന് പറയുന്നത്, തെറ്റിൻ്റെ സാധ്യത എന്ന് പറയുന്നത്, വീണ്ടും ഇങ്ങനെ ഡിഡ് പീപ്പിൾ പ്ലാന്റഡ് ട്രീസ് എന്ന് എഴുതി. അത് പറ്റത്തില്ല. അത് നമ്മൾ കണ്ടു. നമ്മൾ എന്താ കണ്ടേ? പ്ലാന്റഡിൻ്റെ ഇ ഡി എടുത്ത് ഡൂവിൽ ചേർക്കുമ്പോഴാണ് ഡൂ ഡിഡ് ആകുന്നത്. പിന്നെ അവിടെ ഇ ഡി ഇല്ല, അതായത് പാസ്റ്റ് ഇല്ല, പാസ്റ്റ് ടെൻസിൻ്റെ മാർക്ക് ഇല്ല. അപ്പം ഡിഡ് പീപ്പിൾ പ്ലാന്റ് ട്രീസ്? ക്വസ്റ്റ്യൻ മാർക്ക്. യെസ് ഓർ നോ ക്വസ്റ്റ്യനായി. അല്ലെങ്കിൽ ചിലർ അതിനെ വിളിക്കുന്ന ഓക്സിലറി ക്വസ്റ്റ്യനാണ്. കാരണം ഡിഡ് ഒരു ഓക്സിലറിയാണ്, സഹായക്രിയ. രണ്ടാമതായിട്ട് നോക്കി, ദി കോളേജ് സ്റ്റാർട്ടഡ് എ ന്യൂ പ്രോഗ്രാം. സ്റ്റാർട്ടഡ് ഈസ് ഈക്വൽ ടു നമുക്ക് വേണേൽ പറയാം ഡിഡ് സ്റ്റാർട്ട്. ഇപ്പോൾ ഡിഡ് സ്റ്റാർട്ട് ആയി കഴിയുമ്പോൾ നമുക്ക് ഡിഡ് എടുത്ത് ആദ്യം എഴുതുക. അപ്പോൾ ഡിഡ് ദ കോളേജ് സ്റ്റാർട്ട് എ ന്യൂ പ്രോഗ്രാം. പിന്നെ പറയുന്നത് ഡിഡ് ദ കോളേജ് സ്റ്റാർട്ടഡ് എന്ന് പറയരുത്. അപ്പം അത് പറയുമ്പോൾ ഡബിൾ പാസ്റ്റ് ആയി, അങ്ങനെ ചെയ്യാൻ എഴുതാനും പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് ഡിഡ് ദ കോളേജ് സ്റ്റാർട്ട് എ ന്യൂ പ്രോഗ്രാം എന്ന് പറയാൻ പറ്റുള്ളൂ. ക്വസ്റ്റ്യൻ മാർക്ക്. ഇറ്റ് റെയിൻഡ് യെസ്റ്റർഡേ. റെയിൻഡ് എന്ന് പറയുമ്പം ഡിഡ് റെയിൻ, ഡിഡ് എടുത്ത് ആദ്യം ഇടുക. ഡിഡ് ഇറ്റ് റെയിൻ യെസ്റ്റർഡേ? യെസ് ഓർ നോ ക്വസ്റ്റ്യനായി. സിമ്പിൾ. നാലാമത്തേക്ക്, ദ ഫാറ്റ് മാൻ സാറ്റ് ഓൺ എ വാൾ. ഹംഡി ഡംഡി സാറ്റ് ഓൺ എ വാൾ പഠിച്ചിട്ടില്ലേ? അത്രയും നീട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചാണ്. ദ ഫാറ്റ് മാൻ സാറ്റ് ഓൺ എ വാൾ. സാറ്റ് ഈസ് ഈക്വൽ ടു ഡിഡ് സിറ്റ്. ഇനി ഡിഡ് ആദ്യം ഇടുക. ഡിഡ് ദ ഫാറ്റ് മാൻ സിറ്റ് ഓൺ എ വാൾ? ക്വസ്റ്റ്യൻ മാർക്ക്. സിമ്പിൾ. നിങ്ങൾ കുറേ സെൻറ്റൻസുകൾ ഇങ്ങനെ എടുത്തിട്ട് അതിനെ എക്സ്പാൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ രണ്ടാക്കുക. എന്നിട്ട് ഡിഡ് എടുത്ത് ആദ്യം ഇടുക. then it becomes a question. ഇത്രയുള്ള നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഡിഡ് ആയി കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഇ ഡി ഇല്ലാത്ത, അല്ലെങ്കിൽ നമുക്ക് പറയാം പാസ്റ്റ് ടെൻസ് മാർക്കർ, പാസ്റ്റ് ടെൻസിൻ്റെ അടയാളം ഇല്ലാത്ത വെർബായിരിക്കും വരുന്നത്. സാറ്റ് എന്ന് പറയുമ്പം അതിനകത്തൊരു ശബ്ദം മാറിയിട്ടുണ്ട്. സിറ്റ്, സാറ്റ് എന്ന് പറയുമ്പോൾ സാറ്റ്, അത് പാസ്റ്റ് ടെൻസ്, അതുകൊണ്ടാണ് സാറ്റ് ആകുന്നത്. അപ്പം അതിൻ്റെ എന്നെ രണ്ടാക്കി ഡിഡ് സിറ്റ് എന്നായി കഴിയുമ്പം പിന്നെ ഒരു സാറ്റ് എന്ന് എഴുതാൻ പറ്റത്തില്ല. അതാണ് നമുക്ക് ഇതിനകത്ത് വരാൻ സാധ്യതയുള്ള ഒരു തെറ്റ്. അത് കെയർഫുൾ ആകുക. അതനുസരിച്ച് കുറേ സെൻറ്റൻസുകൾ എടുത്ത് ഇങ്ങനെ ചെയ്യുക. then you will become നിങ്ങൾ മാസ്റ്റേഴ്സാണ്. ഓക്കെ.